സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ചുഴലിക്കാറ്റനുബന്ധ ദുരന്ത തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ദുരന്തമുഖത്തെയും ദുരിതാശ്വാസ സംരക്ഷണ കേന്ദ്രത്തിലെയും പ്രവർത്തനങ്ങൾ ഇസ്ലാം MLA വിലയിരുത്തി. ചുഴലിക്കാറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുഴലിക്കാറ്റ് അനുബന്ധ ദുരന്ത തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുറക്കാട് പഞ്ചായത്തിലെ തോട്ടപ്പള്ളി ഹാർബറിന് സമീപമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പുറക്കാട് പഞ്ചായത്ത് 10ാം വാർഡിൽ നടന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ദുരിതബാധിതരെ നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തീരവാസികളെ 2 KSRTC ബസ്സുകളിലും രോഗികളെ ആംബുലൻസിലുമാണ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. ഇസ്ലാം MLA ദുരന്തമുഖത്തെയും ദുരിതാശ്വാസ സംരക്ഷണ കേന്ദ്രങ്ങളിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ദുരിതബാധിത ഭാഗങ്ങളിൽ നിന്ന് 100-ലധികം നാട്ടുകാരെ ഒഴിപ്പിക്കുന്നതിന് പോലീസ്, ഫയർഫോഴ്സ്, ITBP, ഫിഷറീസ്, ആരോഗ്യവകുപ്പ്, RTO, KSEB വകുപ്പുകളിലെ ജീവനക്കാർ കർമ്മനിരതരായി. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ച മുറയ്ക്ക് താലൂക്ക് ഇൻസിഡന്റ് കമാൻഡർമാരുടെ നേതൃത്വത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ജനങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി. ദുരന്തബാധിത പ്രദേശത്തും ദുരിതാശ്വാസ ക്യാമ്പിലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തി. തുടർന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഹരിതകർമ്മസേന, അംഗനവാടി, അധ്യാപകർ, ആശാപ്രവർത്തകർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. മോക്ക് ഡ്രില്ലിന് ശേഷം നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷന്റെ സുനാമി റെഡി പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായുള്ള യോഗവും ചേർന്നു. തീരദേശ സമൂഹത്തിന്റെ സുനാമി അതിജീവന തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുകയും ജീവന്റെയും ഉപജീവന മാർഗങ്ങളുടെയും സ്വത്തിന്റെയും നഷ്ടം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. സബ് കളക്ടർ സമീർ കിഷൻ, അമ്പലപ്പുഴ തഹസീൽദാർ S അൻവർ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് പ്രതിനിധികൾ, യുനെസ്കോ IOC സുനാമി റെഡി സർട്ടിഫിക്കറ്റ് പദ്ധതി പ്രതിനിധികൾ, KSDMA ഉദ്യോഗസ്ഥർ, കില പ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.